ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. UAE സെൻട്രൽ സേവിക സംഘം ഒരുക്കുന്ന സ്നേഹധ്വനി എന്ന നോമ്പുകാല ചിന്തകളുടെ ഭാഗമാകുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിങ്കിലേക്കുള്ള ക്ഷണം എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ക്രിസ്തു നമ്മെ തൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുന്ന പല സന്ദർഭങ്ങളെക്കുറിച്ചും നാം വചനത്തിൽ വായിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. 37-ാം വാക്യത്തിൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു വിളിച്ചു പറയുന്നതായി നാം കാണുന്നു. He calls those who thirst. എന്തിനായി ദാഹിക്കുന്നവരെയാണ് കർത്താവ് വിളിക്കുന്നത്? ലോകപ്രകാരമുള്ള നന്മകൾക്കായുള്ള വാഞ്ചയല്ല, മറിച്ച് ആത്മാവിൽ അനുഭവപ്പെടുന്ന ഒരു കുറവിനെയാണ് ദാഹം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 42-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ നാം ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സർദീസിലെ സഭയോടുള്ള ദൂതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അതുപോലെ പുറമേ വളരെ അലൈവ് ആൻഡ് ആക്റ്റീവായി കാണപ്പെടുന്ന നമുക്കും ചിലപ്പോഴെങ്കിലും ആത്മാവിൽ നിർജീവമായൊരവസ്ഥ, ഒരു സ്പിരിച്വൽ ഡ്രൈനെസ് അനുഭവപ്പെടാറില്ലേ? ഉണ്ടെങ്കിൽ യേശു നമ്മയും വിളിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ദരിദ്ര അവസ്ഥയെ കർത്താവിനോട് നമുക്ക് നേരിട്ട് പറയാം. Just like it is impossible to fill a cup that is already full, we need to come to Jesus totally empty of ourselves and away from the emptiness this world has to offer. തുടർന്ന് വായിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു യേശു പറഞ്ഞത്. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വാഗ്ദത്തമാണ്. The promise that those who thirst will be filled. 143-ാം സങ്കീർത്തനത്തിൽ പറയും പോലെ വരണ്ട നിലം പോലെ കർത്താവിനായി ദാഹിക്കുന്ന നമുക്ക് അല്പം ദാഹജലം തന്ന് നമ്മെ ആശ്വസിപ്പിക്കാമെന്നല്ല, മറിച്ച് നമ്മിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമാറ് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പാണ് വചനത്തിൽ നമുക്കുള്ളത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയുടെ ദർശനം വിവരിക്കുന്നു. ആ നദിയിലെ വെള്ളം ചെന്നെത്തുന്ന കടലിലെ വെള്ളം ശുദ്ധമായി തീരുകയും നദി ചെന്നെത്തുന്ന ഇടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളും മത്സ്യവും പെരുകുന്നതും നദീതീരത്ത് അക്കരെയും ഇക്കരെയും സകലവിധ വൃക്ഷങ്ങൾ വളരുന്നതും കാണുന്നു. ഈ ജീവജല നദി ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തെയും അവിടുന്ന് ചോദിക്കുന്നവർക്ക് അളവില്ലാതെ നൽകുന്ന പരിശുദ്ധാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറയുന്നത് ഇപ്രകാരമാണ്: അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സമൃദ്ധിയായുള്ള ജീവൻ്റെ അനുഭവമാണ് നദി ഒഴുകുന്നിടത്തെല്ലാം നാം കാണുന്നത്. Wherever the river flows, there is indeed an abundance of life. ഇതിൻ്റെ അർത്ഥം ആത്മനിറവുള്ള ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നല്ല, മറിച്ച് അവർക്ക് പോരാട്ടങ്ങളുടെ നടുവിലും അവർ മറ്റുള്ളവർക്ക് ജീവൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ചാലകങ്ങളായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ്. കാരാഗൃഹത്തിൽ മരണത്തെ കാത്തുകിടന്ന പൗലോസ് അപ്പോസ്തലന് എങ്ങനെയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ വിശ്വാസ സമൂഹത്തോട് ആഹ്വാനം ചെയ്യാൻ സാധിച്ചത്? അവരിന് നിത്യജീവൻ ഉണ്ടാകുവാൻ പീഡകൾ സഹിച്ചും മരണത്തെ മുഖാമുഖം കണ്ടും ഈ സത്യസുവിശേഷത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അനേകം വിശ്വസ്ത സാക്ഷികൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഈ നദിയിൽ നിന്ന് കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കയില്ല എന്ന് മാത്രമല്ല, അത് അവരിൽ നിന്ന് അനേകരിലേക്ക് ഒഴുകുകയും ചെയ്യും.
we not only become spiritually nourished ourselves, but also we become channels of God's love and grace, sharing the living water with the world around us. ഓർക്കുക, നാം നീതിക്കായി വിശന്നു ദാഹിക്കുന്നുവെങ്കിൽ, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായി ദാഹിക്കുന്നുവെങ്കിൽ, യേശു കർത്താവ് നമുക്ക് തൃപ്തി വരുത്തും. പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മുടെ അകൃത്യങ്ങളെ കഴുകി നമ്മെ ഹിമം പോലെ വെളുപ്പിക്കുന്ന, നമുക്കായി കാൽവറിയിൽ തുറന്ന ആ ജീവൻ്റെ ഉറവിങ്കിലേക്ക് നമുക്കിന്ന് മടങ്ങി വരാം. May God enable us to speak words of life and promote works of love wherever He places us today. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.